ഹായ്. അതെ, നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ സ്മോക്കി ഫ്ലേവറിലുള്ള മന്തി, അൽഫാം മന്തി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങില്ല, ഞാൻ ഉറപ്പ് പറയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു കിലോ അധികമായിട്ടുള്ള ചിക്കൻ ഉണ്ട്. ഞാനിത് ബിരിയാണി കട്ട് ചെയ്ത് വാങ്ങിച്ച ചിക്കനാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കിയുള്ളത് വെച്ചതാണ്. ഇത് വെച്ച് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ. പിന്നെ ഒരു പാനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നല്ല പെരുംജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു എന്താ പറയുക 2 കഷ്ണം പട്ടയും ബേ ലീഫിൻ്റെ 2 എണ്ണം, കുറച്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് ഒരു ജാതിക്കയുടെ പകുതി, ഒരു ഉണക്കനാരങ്ങ, ഏലക്ക കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായി നല്ല ഭയങ്കരമായിട്ട് വറുത്ത് പോകരുത്, ഒരു നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അറബിക് മസാല. ഇതാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ, അറബിക് ടേസ്റ്റ് കൊടുക്കുന്ന അൽഫാമിന്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേണ്ടത് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ മുഴുവനോടുള്ള പെരുംജീരകം 1 ടീസ്പൂൺ, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുക്കാം കുറേശ്ശെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓപ്ഷണലാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടി നന്നായി ചിക്കനിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് നേരം എടുത്ത് ആവാത്ത ഭാഗങ്ങളിലൊക്കെ നന്നായി കൈകൊണ്ട് തിരുമ്മി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് നമ്മൾ എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെച്ചിരിക്കണം. എത്രയും കൂടുതൽ നേരം ഇരിക്കുന്നോ അത്രയും, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ, അപ്പോൾ അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കട്ടെ, നന്നായി പിടിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ടച്ച് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ അവിടെ വെച്ച് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഇതിൽ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഒരുപാട് എണ്ണ ഒഴിക്കരുത്, വെറുതെ ഇതിൽ ഇരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എണ്ണ അധികം ഇത്രയും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ മതി. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിന് മുകളിലേക്ക് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ടീസ്പൂൺ നെയ്യ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞത് തുറന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഇപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അത് അവിടെ അങ്ങനെ കിടന്ന് വേവട്ടെ കേട്ടോ. അതങ്ങനെ അവിടെ കിടന്ന് നല്ല രീതിയിൽ വേവട്ടെ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി, ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ്. ഇനി നമ്മൾക്കിത് അൽഫാം മാത്രമാണ് ഉണ്ടാക്കുന്നത്, ഈ സമയത്ത് നമുക്ക് സ്മോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വെച്ച ഒരു റൈസ് ഞാൻ ഊറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക 1 ടീസ്പൂൺ നല്ല പെരിഞ്ജീരകം മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറുകൾ തമ്മിൽ റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ റൈസിൻ്റെ പരിപാടി. അപ്പം അത് ഒരു 90% വേവാകുമ്പോൾ ഊറ്റിയിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ അൽഫാം ചിക്കനും മന്തി ഉണ്ടാക്കാൻ ഇത്രയും റൈസുള്ളൂ. കുഴിയും വേണ്ട, കുക്കറും വേണ്ട, ഒന്നും വേണ്ട. ഇതുപോലെ അങ്ങ് ചെയ്താലും ആ സെയിം ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒരു 5-6 പച്ചമുളക് എടുത്ത് മുഴുവനോടെ ഇതിലേക്ക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ ഈ ഒരു മന്തിയുടെ ആ ഒരു സ്പെഷ്യൽ സ്മോക്കി ഫ്ലേവർ അത് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് കനലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് വലിയ വിഷമമൊന്നുമില്ല. ഗ്യാസോ ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ ഒരു കാർക്കോൾ ഇട്ട് വെച്ച് കൊടുത്താൽ നന്നായി
അതങ്ങ് കനലായി വരും. ആ സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല സ്മോക്കി ആയിട്ട് വരും. ആ സമയത്ത് കുറച്ച് നേരം അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു സ്മോക്കൊക്കെ പോകുന്ന സമയത്ത് തുറക്കുക. നമ്മുടെ അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാം. അത് സെയിം ഫ്ലേവറാണ്. ഞാനിത് ഉണ്ടാക്കാറുള്ളതാണ്, വീഡിയോ എടുത്തിടാൻ ഇപ്പോഴല്ലേ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.